ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയും സ്നേഹത്തിൻ്റെ തികവും പ്രാപിക്കാൻ വിളവധികം വേലക്കാരോ ചുരുക്കമായ ആഫ്രിക്കയിലെ കെനിയൻ മിഷനിലേക്ക് മിഷണറിമാരായി കടന്നുവന്ന FCC സന്യാസ സഭാ സമൂഹങ്ങളോടൊപ്പമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ആദ്യമായിട്ട് FCC സിസ്റ്റേഴ്സ് കെനിയയിൽ വന്നപ്പോൾ ബ്യൂണിയിലേക്കാണ് വന്നത്. ഇപ്പോൾ ആ കോൺവെൻറ്റിൽ ഞങ്ങൾ 5 സിസ്റ്റേഴ്സാണുള്ളത്. അതിൽ 2 പേര് സെൻറ്റ് ജോസഫ്സ് ബോർഡിംഗ് പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അതാണ് ആദ്യത്തെ കല്ലേലത്തിന് സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷമാണ് കാർമൽ ഗേൾസ് ഉണ്ടായത്. അവിടെ 2 സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പരിമിതികളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. അവിടെ ഒരു സിസ്റ്റർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഇപ്പോൾ ഇവിടെ ബ്യൂണിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1989 ഞങ്ങൾ ഈ കെനിയ മിഷനിലേക്ക് കടന്നു വന്നത്. ബഹുമാനപ്പെട്ട കല്ലേലിച്ചൻ്റെ നേതൃത്വത്തിലാണ്, അച്ഛനാണ് ഞങ്ങളുടെ FCC സിസ്റ്റേഴ്സിന് ഇവിടേക്ക് കൊണ്ടുവരിക. ഇന്ന് ഞങ്ങളുടെ FCC ശാഖ 7 രൂപതകളിലായിട്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മച്ചാക്കോസ് രൂപത, അതുപോലെ തന്നെ ഗോങ് ഡയസിസ് ആൻഡ് നൈറോബി ഡയസിസ്, മുറാങ്ങ, അങ്ങനെ പല രൂപതകളിലായിട്ട് 7 ഹൗസുകളുണ്ട്. ഞങ്ങൾ മുഖ്യമായിട്ടും FCC സഭ ഇന്ന് ഫോക്കസ് ചെയ്യുക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, ക്ലിനിക്ക്, കൗൺസിലിങ്, അങ്ങനെ മോട്ടിവേഷൻ, പാരൻസിനൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, സെമിനാറുകൾ സംഘടിപ്പിക്കുക, ധ്യാന കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഹൗസുകളിലായിട്ട് ഞങ്ങൾ ഈ തരം മിഷൻ പ്രവർത്തനങ്ങൾ ഈ കെനിയയിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. Most of you know Father Kaleli? Yes! All of you know Father Kaleli, is it? വിശുദ്ധനായ ചാവറയച്ചൻ്റെ മാതൃകയിൽ കെനിയയിലെ വിദ്യാഭ്യാസ രംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയ കല്ലേലി അച്ഛനാൽ ക്ഷണിക്കപ്പെട്ട് ഈ മിഷൻ ദേശത്തേക്ക് കടന്നുവന്ന FCC സന്യാസ സമൂഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ CMI വൈദികർ ആരംഭം കുറിച്ച വിദ്യാലയങ്ങളിലാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ബ്യൂണി ദേശത്ത് പ്രവർത്തിക്കുന്ന കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺമക്കൾക്ക് വിദ്യ പകർന്നു നൽകിക്കൊണ്ടാണ് FCC സമൂഹം ഇവിടെ മിഷൻ ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ് കുടുംബങ്ങൾ നന്നാവുക. അപ്പോൾ ഒരു കുടുംബം നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട് തന്നെ നന്നാവാനായിട്ട് അത് വളരെ ഉപകാരപ്രദമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ CMI ഫാദേഴ്സ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ പ്രധാനമായിട്ടും ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നത് ജനങ്ങളിലേക്കൊരു അപ്രോച്ച് ഉണ്ടാവാനായിട്ട് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ടെങ്കിലും കത്തോലിക്ക വിദ്യാഭ്യാസത്തിലൂടെ അവരെ വളർത്താനായിട്ടുള്ള നല്ല സ്കൂളുകൾ കുറവാണ്. അപ്പോൾ കത്തോലിക്ക വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും. ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ധാരാളം ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ചിട്ടോ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചോ അറിവുള്ളവർ വളരെ വിരളമാണ്, കുറവാണ് തന്നെ. അപ്പോൾ നമ്മളിവിടെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ഈ സ്കൂളിൻ്റെ പേര് തന്നെ കാർമൽ ഗേൾസ് എന്നാണ്, പരിശുദ്ധ അമ്മയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അത് അവർക്ക് ഈശോയിലേക്ക് അടുക്കാൻ വളരെ ഉപകാരപ്രദമാവും. നാടും വീടും ഉപേക്ഷിച്ച് പാവങ്ങൾക്കിടയിൽ ദൈവസ്നേഹം പകരാനായി ദിവ്യസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കാനായി പ്രവർത്തിക്കുന്ന ഈ സന്യാസിനി സമൂഹം വികസനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പ്രാകൃതരായ
ഇവിടുത്തെ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുന്നതിനായി അഹോരാത്രം പ്രവർത്തിക്കുന്നു. On stage, St. Joseph Boarding, presenting Kamba Dance. Be my guest. ഞാൻ ഇവിടെ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, കാർമൽ ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ. ഇവിടെ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം, കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്നു. കൗൺസിലിങ്ങിലൂടെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തെറ്റാണെന്നും അസന്മാർഗികതയിൽ നിന്ന് പിന്തിരിയണമെന്നും ധാർമ്മിക മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥൈര്യലേപനം, മാമോദിസ, വിശുദ്ധ കുർബാന, ഈ കൂദാശകളിലേക്ക് അവരെ ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പാഠ്യവിഷയമാണ് കാറ്റഗിസം. അങ്ങനെ വചനം പകർന്നു കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു ഭയങ്കര ആഗ്രഹമാണ്, നമ്മളെ വേണം, ഇവർക്ക് നമ്മളെ വേണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇവർക്ക് അത് കിട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മുത്ത് പോലെ, പവിഴം പോലെ അവർ സ്വീകരിക്കുകയാണ്. സംഗതി 100 വർഷത്തെ പഴക്കമാണെങ്കിലും ദൈവപരിപാലനയിലുള്ള അടിയുറച്ച വിശ്വാസം, അതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ഞാൻ ഈ കെനിയ മിഷൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ 2 മാസത്തേക്ക് അവധിക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് കെനിയയിലേക്ക് വരണം, എനിക്ക് ഈ മക്കളുടെ അടുത്തേക്ക് എൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എന്നിലേക്ക് ഭയങ്കരമായിട്ട് ഉതിരാണ്. അപ്പോൾ എന്നോട് എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ വീട്ടുകാരും പറയും, ഇനി മതി, നീ കെനിയയിലേക്ക് പോയത് മതി. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് കെനിയയിൽ പോയി പ്രവർത്തിക്കണം. അവരുടെ മക്കൾക്ക് അവർക്ക് നമ്മൾ ആവശ്യമുണ്ട്. അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗോഡ് വിൽ പ്രൊവൈഡ്, ഐ അപ്രിഷ്യേറ്റ് യുവർ സർവീസ്, താങ്ക് യു വെരി മച്ച്, മേ ഗോഡ് ബ്ലെസ് യു, ഐ അപ്രിഷ്യേറ്റ് യുവർ ഹാർഡ് വർക്ക് എന്നൊക്കെ അവർ നമ്മളോട് പറയുമ്പോൾ അവർക്ക് നമ്മളെ വേണം. ചില പരിഷ്കാരങ്ങളാണ് കൂടുതൽ ഇവരെ ബാധിച്ചേക്കുന്നത്, പ്രത്യേകിച്ചും ഡ്രസ്സിലും മൊബൈൽ ഫോണിലും കാര്യങ്ങളിലൊക്കെ. സംസ്കാരം, പെരുമാറ്റത്തിൻ്റെ അവരുടെ മോറൽ വാല്യൂസ് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പോസിറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ലിവിങ് ടുഗദറാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളൊക്കെ ശിഥിലീകരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയും, നമ്മൾ അങ്ങനെയല്ല വേണ്ടേ, സാമൂഹികമായിട്ടുള്ള മറ്റ് പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ മോറൽ വാല്യൂസിനും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊരു മെസ്സേജ് ഞങ്ങൾ ഇവർക്ക് ക്ലാസ്സുകളിൽ പോകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അവർ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. കാരണം പഠിച്ചു പോയ മുമ്പത്തെ കുട്ടികൾ പിന്നീട് വരുമ്പോൾ അവർ പറയണേക്കാം, ഇവിടെ നിന്ന് കിട്ടിയ ആ നല്ല സ്വഭാവം ഞങ്ങളിപ്പോഴും പുലർത്തുന്നുണ്ട് കേട്ടോ എന്ന് നമ്മളോട് ഒന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. Shalom, aubariki, shalom, aubariki, shalom, aubariki, shalom, 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 bariki. ബ്യൂണി മിഷനിലേക്ക് 2007 ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. ബ്യൂണി മിഷനിൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത്. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 11 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ വളരെ ദൈവാനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് 21 സ്റ്റാഫുണ്ട്, 125 പിള്ളേരുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസബിളായിട്ട് കുട്ടികളാണ്. CP ഉണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഡിസബിൾ ഉണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റാഫിൻ്റെ കാര്യത്തിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെ മേഖലകളായാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെ
ദൈവം എന്നെ വഴി നടത്തി സന്തോഷത്തോടെ കൊണ്ടുപോകാൻ എന്നെ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പിള്ളേർ വരുന്നത് പല സ്റ്റേറ്റിൽ നിന്നാണ്, പല കൗണ്ടിയിൽ നിന്നാണ് വരുന്നത്. പല ഗോത്രവർഗ്ഗക്കാരാണ്. ചിലർക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭാഷ അറിയില്ല. എങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവർ ഈ ഭാഷയോട് ചേരുന്നു. ഇവർ കോമൺ ആയിട്ട് തീരുന്നു. എല്ലാവരും പരസ്പരം സഹായിക്കുന്നു. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും, ഞാനൊരു ഇന്ത്യക്കാരിയായിട്ട് ഇവിടെ വന്നപ്പോഴേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാം അംഗീകരിക്കാനും അതിനോട് ഒഴുകിച്ചേരാനായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ പിള്ളേരെ കണ്ടപ്പോൾ, അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കടന്നുകൂടാ എന്ന് എനിക്ക് ചിന്തിച്ചു തുടങ്ങി. അതോടുകൂടി എനിക്കിപ്പോൾ ഏത് സാഹചര്യത്തിലും, ഇവിടുത്തെ ഏത് സാഹചര്യത്തിലായാലും അതിനോട് ഒഴുകിച്ചേരാനുള്ളൊരു നല്ല മനസ്സ് ദൈവം കൃപയാൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. പല ചലഞ്ചസ് ഞങ്ങൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ അസുഖത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, അവരുടെ ഡിസേബിളിൻ്റെ പ്രത്യേകതകളുണ്ട്, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതകളുണ്ട്, പാരൻസിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പീറ്റർ എന്ന കൊച്ചിൻ്റെ കാര്യമാണ്. അവൻ ജനിച്ചത് ഒരു ഡിസേബിൾഡായിട്ട് കുട്ടിയാണ്. അവൻ്റെ അപ്പാപ്പൻ്റെ ചിന്ത, ഇവൻ ഡിസേബിൾ ആയതുകൊണ്ട് അവൻ്റെ കുടുംബത്തിന് അത് കേഴ്സാണ്, ശാപമാണ്. അപ്പോൾ അപ്പാപ്പൻ ചിന്തിക്കുന്നത് ഈ കുട്ടീനെ നശിപ്പിച്ച് കളഞ്ഞാൽ കുടുംബത്തിൻ്റെ ശാപം തീരും എന്നുദ്ദേശിച്ചുകൊണ്ട് അപ്പാപ്പൻ കുട്ടീനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അവൻ്റെ അമ്മാമ്മ ആ കൊച്ചിനെയും കൊണ്ട് ആ നാട്ടിൽ നിന്നും മാറി വേറെ വില്ലേജിൽ പോയി താമസിക്കുകയാണ്, ഒളിച്ച് താമസിക്കും കൊച്ചിനെയും കൊണ്ട്. അവിടെ വസിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു NGO ഇതുമായി ബന്ധപ്പെട്ട് ആ കുട്ടീനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവൻ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വളരെയേറെ വികലത ഞങ്ങൾ കണ്ടിരുന്നു. കാരണം അവൻ അംഗീകരിക്കാനും അവനൊരു ഡിസിപ്ലിൻ ഉണ്ടായില്ല. എല്ലാത്തിനും ഒരു ഓട്ടം ചാട്ടവും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ വന്ന കാലഘട്ടം കൊണ്ട് ഞങ്ങൾ അവനെ പറഞ്ഞു കൊടുത്തും ചൊല്ലിക്കൊടുത്തും കറക്ഷൻ കൊടുത്തും അവനങ്ങോട്ട് മാറി നല്ലൊരു കുട്ടിയായി. ഇപ്പോൾ എല്ലാവരും സഹായിക്കാൻ ഏത് കാര്യത്തിലും പീറ്റർ എന്ന് വിളിച്ചാൽ അവൻ ഓടി വരും എൻ്റെ അടുത്തേക്ക്, എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. ക്ലാസ്സിലായാലും അത്രയ്ക്കും പഠിക്കാൻ അവന് ബുദ്ധിപരമായിട്ട് സാധിക്കില്ല എങ്കിലും പ്രാക്ടിക്കലായിട്ട് അവൻ നല്ല മിടുക്കനാണ്. ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാമെന്ന് പറയുന്ന പോലെ ഏതെങ്കിലും കുട്ടികളൊക്കെ അവിടെ ഇരിക്കണമെങ്കിൽ അവനെ പോയി കൊണ്ടുവരാനും, ഇപ്പം നടക്കാൻ പറ്റാത്ത കുട്ടികൾ ചിലപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അവനത് കണ്ടെത്തി ആ കുട്ടികളെ പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അവന് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നല്ലൊരു മിടുക്കനായിട്ട് തീർന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സൂക്കേടുകൾ അവർക്കുണ്ട്. എപ്പിലെപ്സി പിടിച്ച കുട്ടികൾ ഒരു 40 പേരോളം നമുക്കുണ്ട് എപ്പിലെപ്സി. അപ്പോൾ അവർക്ക് രാവിലെ ഗുളിയുണ്ട്, വൈകിട്ടും ഗുളിയുണ്ട്. ആ കൃത്യസമയത്തിന് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ അത് നമ്മൾ സമയം നോക്കി കൃത്യസമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. പിന്നെ ഈ കൊച്ചങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോമൺ കോൾഡ് ആയാലും അസുഖങ്ങളായാലും പനിയായാലും ചിലർക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേദനിക്കുന്നു എന്ന് ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു എന്ന് ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ കണ്ട് നമ്മൾ ഒരു അമ്മയെപ്പോലെ മനസ്സിലാക്കി അവൻ്റെ തലയിൽ എന്താ മുഖം വാടിയിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഒന്ന് തലോടി നോക്കുമ്പോൾ അറിയാൻ പറ്റും അവന് പനിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് നമ്മളൊരു ആക്ഷൻ എടുക്കണം, അവന് മരുന്ന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഡിസ്പെൻസറിയിലെ ആൾക്കാരോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ആക്ഷൻ എടുക്കുന്നു, അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അവൻ ക്ലിയർ ആവുന്നു. ഈ കുട്ടികളെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭക്ഷണം മുന്നിലിരിക്കുന്നുണ്ട്, പക്ഷേ അതെടുത്ത് വാരി കഴിക്കാൻ അവനറിയില്ല, എങ്ങനെയാണ് വാരി കഴിക്കേണ്ടതെന്നുള്ളത്. അതെന്നെ മനസ്സിലിച്ച് വളരെ വേദനിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ഭക്ഷണം ഇരുന്നിട്ട് എനിക്കുള്ള ഭക്ഷണമാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അപ്പം ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ദിവസങ്ങളിൽ സപ്പർ ടൈമിൽ ഞാൻ അത് വാരി കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. കാരണം എല്ലാവരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കണം, അത് വളരെ കാര്യം. അതല്ലെങ്കിൽ ഒരു കുട്ടി വായുമൊളിച്ചിരിക്കുകയാണ്, എനിക്കുള്ള ഭക്ഷണം ഏർപ്പെടാമെന്ന് ചോദിച്ചു, അതെനിക്കാൻ പാടില്ല. എല്ലാവരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കണം. അതിന് ഞങ്ങളെടുത്ത മാർഗമാണ് ഓരോ കുട്ടീനെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കണം. അവരുടെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്നത് ഈ കുട്ടികളെ കൊണ്ടൊരു ഉപകാരമില്ല, ഫ്യൂച്ചർ ഇല്ല, അവർക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല, ഒരു ലാഭമില്ല,
ഒരു സേവിങ് ഇല്ല. അവരെ മാറ്റി നിർത്തരുത്, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഡിഫറൻസ് കൊടുക്കരുത്. അവരും ഞാനും അവനും ഒരുപോലെ, എൻ്റെ മറ്റു കുട്ടിയും ഈ കുട്ടിയും ഒരുപോലെ എന്നുള്ള ചിന്തയിലേക്ക് കാരണന്മാരെയും കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളെയും പരിശീലിപ്പിക്കുക, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. ഇതെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. പാരൻസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ പറയും, ഈ കുട്ടികളെ ഒരു കാലഘട്ടം വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സമൂഹത്തിൽ നിന്നും ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ കുട്ടികൾ നിങ്ങളുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുവാണ്. ഈ കുട്ടികൾ സമൂഹത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ വെറും കൈയോടെ വന്ന മാതിരി പോവാതിരിക്കാൻ അവർക്കൊരു വളർച്ച ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. അതിന് ഞങ്ങൾ കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അങ്ങനെ പരിശ്രമിക്കുന്ന വെളിച്ചത്തിലാണ് ചില കുട്ടികളെ സ്വയമായിട്ട് വസ്ത്രം കഴുകാൻ പഠിപ്പിക്കുന്നു, സ്വയമായിട്ട് കൃഷി ചെയ്യാൻ പഠിക്കുന്നു, സ്വയമായിട്ട് ക്ലീനിങ് ചെയ്യാൻ പഠിക്കുന്നു. ചില കുട്ടികളെ സ്വയമായിട്ട് തന്നെ പല്ല് തേക്കാനും വസ്ത്രമിടാനും ഭക്ഷണം കഴിക്കാനും പ്രാപ്തരാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സിലേക്കും അവരെ വളർത്തി കൊണ്ടുവരുന്നു. അതുവഴി തൻ്റെ കുടുംബത്തിലിരിക്കുന്ന ആരെങ്കിലും സഹായം നേടുന്നുണ്ടെങ്കിൽ അവന് സഹായിക്കാൻ പറ്റും. പിന്നെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ അപ്പനമ്മയ്ക്കും കൃഷിയിൽ സഹായിക്കാം, അവൻ്റെ അമ്മയെ പാത്രം കഴുകാൻ, അവൻ്റെ അപ്പനെ കളയ്ക്കാൻ, എല്ലാത്തിനും സഹായം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ കുടുംബത്തിന് ശാപമായിട്ടാണ് കണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ചുറ്റുപാടുള്ളവർക്ക് തന്നെ ഈ കുട്ടികളെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ 10-20 കൊല്ലമായിട്ട് നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ഈ കുട്ടികൾ ഇടപെടുന്നു, പള്ളിയിലേക്ക് പോകുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ അംഗങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാർ നമ്മളെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ സാധനങ്ങൾ കൊണ്ടുവരും, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കും. അതുപോലെ തന്നെ എല്ലാ സെക്കൻഡറി സ്കൂളുകളിലെയും ഈ ചുറ്റുമുള്ള എല്ലാ സ്കൂളുകളും കുട്ടികൾ വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് കുട്ടികളോട് ഇടപെടാൻ തുടങ്ങി. ഗവൺമെൻറ് ലെവലിലായാലും ഇതിനോട് ഒരു ആഭിമുഖ്യം വന്നു തുടങ്ങി. എല്ലാ തരത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സെക്യൂരിറ്റി ആയാലും ഏത് കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും അവർ നമുക്ക് വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അധികാരിയായിരുന്ന ഡെപ്യൂട്ടി പ്രസിഡൻറ്റ് വില്യൻ ക്രൂട്ടോ നമ്മളെ സന്ദർശിച്ച് നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവർ നല്ല വാഗ്ദാനങ്ങൾ ചെയ്തു. അപ്പോൾ അത് എല്ലാവരും നോക്കുമ്പോൾ ഒരു വലിയൊരു വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മളെല്ലാത്തിലും യേശുവിനെ കാണുന്നു. കുട്ടികൾ നമ്മൾ യേശുവിനെ കണ്ടുകൊണ്ടാണ് ഈ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നത്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ അടുത്ത് ഇടപെടാൻ വളരെ ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇവർ കക്കൂസിക്ക് പോയിട്ടുണ്ട്, മൂത്രമുള്ളിയിട്ടുണ്ട്, വായയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെ അവരുടേതായ ഒരു മണമുണ്ട്, വേർപ്പിൻ്റെ മണമുണ്ട്, എല്ലാം കൊണ്ടും ഒരു അസ്വസ്ഥത നമുക്ക് തോന്നും. പക്ഷെ നമ്മളതിൽ ഈശോനെ കാണുന്നത് കൊണ്ട് ആ കുട്ടികളെ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും അവരോട് കളിക്കാനും ചിലപ്പോൾ ഞാൻ പിള്ളേരോട് തലകൂടാറുണ്ട്. എല്ലാം ദൈവം നടത്തുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാവിലത്തെ കുർബാനയ്ക്ക് എല്ലാ മക്കളെയും സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ഉപകാരങ്ങളെയും കാസേലും വെള്ളത്തോടും പിഴിഞ്ഞോട് ചേർത്ത് സമർപ്പിക്കും. ആ സമർപ്പണത്തിലൂടെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടികളും ഞാൻ സമർപ്പിക്കും. ഇതിൻ്റെ ഒക്കെ എല്ലാം പിന്നിലുള്ളത് ദൈവത്തിൻ്റെ കൃപ മാത്രം. അല്ലാണ്ട് മാനുഷികമായിട്ട് എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആസ് എ മിഷണറി ഞാൻ കൊച്ചുനാളിൽ ആഗ്രഹിച്ച ഒരു മിഷണറി ആവണമെന്നുള്ളത് ദൈവകൃപയിലെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ കെനിയ മിഷനിലേക്ക് വന്നു. കെനിയ മിഷനിൽ നിന്ന് വന്നിടത്തോളം ഈ സമയം വരെ, ഈ നിമിഷം വരെ ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ദൈവം വഴി നടത്തിയ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തുടർന്നും എൻ്റെ മരണം വരെ ഒരു മിഷനറി ജീവിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം കൃപ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ വിസിറ്റ് നടത്തുന്നു. കുടുംബ വിസിറ്റിങ്ങിന് പോകുമ്പോൾ പല പ്രശ്നങ്ങളുള്ള ജനങ്ങളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പ്രത്യേകിച്ചും ചില വീടുകളൊക്കെ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ തൊട്ട് മണത്തിൻ്റെ അയൽവക്കത്തുള്ള വീടുകളൊക്കെ ചിലപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സ്കൂളിൽ പോകാനായിട്ട് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും
ചില പാരൻസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാതെ വീടുകളിൽ നിർത്തുന്നത് കാണാം. ഈ കുട്ടികളെ സ്കൂൾ കുട്ടികളെ വീട്ടിൽ ഇരുത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൃഷി കാര്യങ്ങളിൽ അവരെ പേരൻസിനെ സഹായിക്കുക, പിന്നെ നദികളിൽ പോയി വെള്ളം കൊണ്ടുവരിക, വിറക് ശേഖരിക്കുക, കന്നുകാലികളെ നോക്കുക, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം പിന്മാറി അവരെ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ മുൻകൈ എടുക്കുന്നു. ഇതാണ് അവരുടെ അടുക്കള. അവർ ഇതിൽ ചായ ഉണ്ടാക്കുന്നത്, കാലത്തെ ചായയാണത്. കോഴി മുട്ടിട്ട് ഉള്ളിൽ വെച്ചേക്കണത്. ഇവര് കിതേരിലിടും, പിന്നെ കറി വെക്കും. ഇവരുടെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ പിജിയൻ പീസ്. After peeling, one glass 50. സാമാന്യ എല്ലാ ദിവസങ്ങളിൽ തന്നെ ഈ ഭവന സന്ദർശനത്തിനൊക്കെ പോകും. അതൊരു പ്രത്യേകതയാണ്. അവർക്ക് നമ്മൾ ചെല്ലുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടെ പ്രാർത്ഥിക്കാനൊന്നും ഞങ്ങൾക്ക് ഈ ഇംഗ്ലീഷിൽ അവർക്ക് ചിലവർക്കൊന്നും അറിയില്ല. ഈ എന്താ പറയുക, പഠിക്കാൻ പോവാത്ത അമ്മാമ്മമാരും അപ്പാപ്പന്മാരൊന്നും അവർക്ക് അറിയില്ല ഇംഗ്ലീഷ്. അപ്പോൾ ഞങ്ങൾ ഇവരുടെ ഭാഷയിലുള്ള സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയും എഴുതി പിടിച്ചിട്ട് പോകും. എന്നിട്ട് അവസാനം ആരെങ്കിലും അവരുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ പറയും. അവരൊക്കെ കേട്ട പോലെ അവർ സന്തോഷിക്കും, ചിരിക്കും. അത് കഴിഞ്ഞ് അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരുടെ ഭാഷയിലുള്ള കിക്കാമ്പ, സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും തത്വസ്തുതിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ആ ഭാഷയിൽ ചെയ്യുമ്പോൾ അവർ കൂടെ ചെല്ലും. അങ്ങനെ അത് കഴിഞ്ഞ് പോരുമ്പോൾ അതാണ് വേറൊരു പ്രത്യേകത ഇവിടെയുള്ളത്. നമ്മളെ വെറുകൈയോടെ പറഞ്ഞയക്കില്ല. എന്തെങ്കിലും അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തരും. ഒന്നുമില്ലെങ്കിൽ കോഴിമുട്ടയായിരിക്കും, അല്ലെങ്കിൽ പറമ്പിലുള്ള മറ്റ് എന്തെങ്കിലും വിഭവങ്ങളായിരിക്കും, പച്ചക്കറികളായിരിക്കും, ഫ്രൂട്ട്സ് ആയിരിക്കും. ഇനി അതുമല്ലെങ്കിൽ കോഴീനെ തന്നെ പിടിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടൊക്കെ അവർ നമ്മളെ വിടുകയുള്ളൂ. അത്രയ്ക്കും ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് ഇവിടുത്തെ മനുഷ്യർക്ക്. നമ്മളെ കാണുന്നതും നമ്മളോടുള്ള എല്ലാ സാമീപ്യവും അങ്ങനെ തന്നെ. പിന്നെ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പരാതി പറയില്ല ഇവർ. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, ഇപ്പോൾ മഴയില്ലാതെ പറമ്പിലെ എല്ലാ സാധനങ്ങളും നശിച്ചു, എല്ലാം ഉണങ്ങിപ്പോയി, ഭക്ഷിക്കാനൊന്നും ഇല്ലെങ്കിലും ഇവർ പറയും ദൈവം തരും, ദൈവം തരും. ഒരിക്കലും അവർക്കൊരു പരാതിയില്ല. പൈസ ഇല്ലയെന്നോ അല്ലെങ്കിൽ അസുഖമാണെന്നോ പഠിപ്പില്ലയെന്നോ ഒന്നും ഒരു പരാതിയില്ല. നമ്മൾ ഇവരുടെ അടുത്തൊക്കെ ആദ്യകാലത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷൊന്നും അത്ര വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. എങ്കിലും ഒരു വാക്ക് പോലും നമ്മൾ തെറ്റിയത് അവർ പറയില്ല. അവരെല്ലാം മനസ്സിലാക്കുന്ന പോലെ വളരെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളുടെ എല്ലാം സംസാരവും നമ്മളുടെ എല്ലാ സാമീപ്യവും അവർ സ്വീകരിക്കുക. വീടുകളിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു സംസ്കാരമാണത്. ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചു പോരുന്നു. അതേസമയം അവർ പള്ളിയിലെ വിവാഹമെന്ന കൂദാശയൊന്നും സ്വീകരിക്കാതെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഒരു സാമീപ്യം വഴി നമ്മൾ അവരോട് ഇങ്ങനെ പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കുന്നു. പള്ളിയിൽ വച്ച് നമ്മൾ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ അതിനൊരുക്കി ഒരുപാട് മക്കളെ പള്ളിയിലെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു നേട്ടമാണ്. അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ കൊല്ലങ്ങളൊക്കെ പോയത് അറിഞ്ഞില്ല. തിരിച്ചു പോകണമെന്നുള്ള ചിന്തയൊന്നും പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. സിസ്റ്ററായിട്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഞാനൊരു സിസ്റ്ററായി പോയല്ലോ എന്നുള്ളൊരു ദുഃഖം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ മിഷണറി ആയിട്ട് വന്നതിൽ എനിക്ക് ഒട്ടും ദുഃഖിക്കാനില്ല. അതുപോലെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ കെനിയ നാട്ടിലെ മക്കളോടൊത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് സ്നേഹവും സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്. ജെറമിയ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. അതെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. ഇത് ദൈവത്തിൻ്റെ
ഇഷ്ടമാണ് ഞാനിവിടെ ആയിരിക്കുക. ഞങ്ങളുടെ ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. നിങ്ങളെയും ഈ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു.